ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജ്യൂസ് വാങ്ങിച്ചു, അതും കുടിച്ചില്ല. ഇനി എന്തെങ്കിലും കഴിക്കാതിരുന്നാലേ എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. അമ്മയല്ലേ പറയുന്നേ കൊച്ചേ, കഴിക്കങ്ങോട്ട്. എന്റെ മോളിപ്പോ എന്റെ കൂടെയുണ്ട്. ഇത്രയും കാലം ഞാൻ അടുക്കി വെച്ച സ്നേഹവും വാത്സല്യവും എല്ലാം എനിക്ക് അവൾക്ക് കൊടുക്കണം. ഇനി ഐശ്വര്യക്കൊരു തിരിച്ചുവരവുണ്ടാവരുത്. എന്റെ മോൾക്ക് ഭീഷണിയായി ഒരിക്കലും അവള് വരാൻ പാടില്ല. എന്റെ കുഞ്ഞിനെ കാത്തോണേ. ഇന്ന് മുഴുവൻ നീ ഒന്നും കഴിച്ചിട്ടില്ല. മുത്തശ്ശി ഭക്ഷണം എടുത്തു വയ്ക്കാം, മോൻ വന്ന് കഴിക്കും. എനിക്ക് വേണ്ട മുത്തശ്ശി, മുത്തശ്ശി പോയി കഴിച്ചോ. നീ ഇവിടെ കഴിക്കാതിരിക്കുമ്പോ എനിക്ക് നന്നായിട്ട് ഭക്ഷണം ഇറങ്ങുമല്ലോ. നീ അവളെ കാത്തിരിക്കല്ലേടാ. അവളോടൊപ്പം ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? അതിന് ജീവൻ നിലനിർത്തണ്ടേടാ. ചാവുകയാണെങ്കിൽ ചാവട്ടെ മുത്തശ്ശി. എങ്ങനെയായിരുന്നു തീർന്നാലും നല്ലത് അതല്ലേ? എന്നാ ശരി, ഞാൻ എല്ലാ ഭക്ഷണവും എടുത്തു വയ്ക്കാം. മുത്തശ്ശിയോട് പോയി കഴിക്കാൻ പറഞ്ഞല്ലേ മുത്തശ്ശി? നിനക്ക് ചാവാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നാ പിന്നെ ഞാൻ എന്തിനാ അതിന് മടിക്കുന്നേ? വേണ്ട വേണ്ട, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. മുത്തശ്ശി പട്ടിണി കിടക്കുന്നതേ എനിക്ക് സഹിക്കാൻ പറ്റില്ല. വാ. ഇരിക്കും. മോനെ കഴിക്കടാ. മോനെ, ഇനി ജീവിതത്തിൽ ഒരുപാട് ദൂരമൊന്നും മുത്തശ്ശിക്ക് നടക്കാനില്ല. കുറച്ചുനാള് കഴിയുമ്പോ മുത്തശ്ശിയുടെ കണ്ണടയും. പക്ഷേ മുത്തശ്ശി മനസ്സിൽ സൂക്ഷിക്കുന്ന വലിയൊരാഗ്രഹം എന്തെന്നറിയോ? എന്താ? മുത്തശ്ശി പോവാൻ തുടങ്ങുമ്പോ എന്റെ ഇരുവശത്തായിട്ട് നീയും രാധികയും ഉണ്ടാവണം. നിങ്ങൾ രണ്ടുപേരുടെയും കയ്യും പിടിച്ചു വേണം ഈ മുത്തശ്ശി. മുത്തശ്ശി മിണ്ടായിരുന്നേ. മനസ്സിൽ സങ്കടമല്ലാതെ മറ്റൊന്നുമില്ല. ആ നേരത്തെ വെറുതെ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഒരുമിപ്പിച്ചിരിക്കും. ഈ അന്നം സത്യം. മോൻ കഴിക്ക. എന്നും ഇതൊക്കെ തന്നെ. എവള് നന്നാവത്തില്ലേ? എടി, അവരാദ്യമായിട്ടായി വീട്ടിൽ വരുന്നത്. വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ടോ? ഒരുമാതിരി നന്ദിയോട് സംസാരിക്കരുത് കേട്ടാ. ഇത്രയും നാള് ഞാൻ വെച്ചുണ്ടാക്കിയത് തന്നെയല്ലേ നിങ്ങൾ തിന്നിരുന്നത്. അതിനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. കുഴപ്പമുണ്ടായിരുന്നെ തന്നെ നീ ഇവിടെ എന്നെ വാ തുറക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? മനുഷ്യ, എന്റെ വായിലിരിക്കുന്നത് വലുതും കേൾക്കും നിങ്ങള്. മതി, നിർത്ത്. ഇരിക്കും മേഡം. എന്താ എന്താ ഇവിടെ ഒരു തർക്കം?
അതെപ്പോഴും ഉള്ളതാ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഇവൾ എന്നോട് തർക്കിക്കാൻ തുടങ്ങിയതാ. പിന്നെ പിള്ളേരായി, പിള്ളേരുടെ കല്യാണ പ്രായമായി. എവിടെ തർക്കം തീർന്നിട്ടില്ല, ഇപ്പോഴും തർക്കിച്ചോണ്ടേ ഇരിക്കുക. ആ പറയുന്ന കേട്ടാ തോന്നുന്നു ഇങ്ങനെ ഒന്നും പറയുന്നില്ലെന്ന്. എന്റെ ഫിദ മേഡം നിങ്ങൾ കേൾക്കണം. മേഡം ഇപ്പൊ കഴിക്കാൻ വന്നതാ, ഭക്ഷണം കഴിക്കട്ടെ. ഇരിക്കും മോളെ, നീ അങ്ങോട്ട് വിളമ്പി കൊടുത്തേ. ഇരിക്കും മോളെ. അയ്യോ ഇരിക്കും മോളെ, ഇരിക്കും. എനിക്കൊന്നും വേണ്ട. കാറിലിരിക്കുമ്പോ ഇടയിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാമോ എന്ന് ചോദിച്ചു. അത് കഴിച്ചില്ല. ജ്യൂസ് വാങ്ങിച്ചു, അതും കുടിച്ചില്ല. ഇനി എന്തെങ്കിലും കഴിക്കാതിരുന്നാലേ എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. അമ്മയല്ലേ പറയുന്നേ കൊച്ചേ, കഴിക്കങ്ങോട്ട്. അല്ല അമ്മയെ പോലെയല്ലേ എപ്പോഴും ഫിദ മേഡം പറയുന്നത്, അതാ ഞാൻ പറഞ്ഞത്. മോള് കഴിക്കേ. വേണ്ട, മോക്കിന്ന് ഞാൻ വാരിത്തരാം. മേഡം എനിക്ക് കഴിക്കും മോളെ. മോള് വയറ് നിറച്ച് കഴിച്ചാലേ ഞാനും കഴിക്കും. കഴിച്ചേ. രാധിക മോളെ, ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. അഹങ്കാരാന്ന് കരുതണ്ട, ഞാൻ എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക സ്വാദാ. എന്റെ പൊന്നു മോളെ അങ്ങ് സമ്മതിച്ചു കൊടുത്തേരെ, അല്ലെങ്കിൽ സ്വൈരം തരത്തില്ല. ജയന്തി, നീ ഇങ്ങ് വന്നേ. അവരവിടുന്ന് കഴിക്കട്ടെ, നീ വന്നേ. വാ വന്നേ. അല്ലെങ്കിൽ മാന്യന്മാരായിട്ട് ഇങ്ങനെ ഇടപെടുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ വന്നോളാം. ഓ എന്തുവാ നിന്റെ നാവ് വെറുതെ ഇരിക്കത്തില്ലേ? നീ ഇത് മൊത്തം കുളവാക്കുവോ? അയ്യോ അതറിയാതെ എന്റെ വയന്ന് വന്നു പോയതാ. അപ്പൊ തന്നെ ഞാൻ തിരുത്തി കൃത്യമായി പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരു സംശയവും തോന്നുന്നു. എന്തോ ഭാഗ്യം കൊണ്ട്. എന്നാലും എന്റെ രാമേട്ടാ, സ്വന്തം മോൾ അടുത്തിരിക്കുമ്പോ മോളെ അമ്മയെ വിളിക്കുന്ന കേട്ടോ മേഡോന്ന്. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ.